ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സാൻ മ്യൂസിയം കേട്ടോ. ഇപ്പം ഞാനുള്ളത് മൈസൂരാണ്. മൈസൂർ ഞങ്ങൾ ചാമുണ്ഡി ഹിൽസ് പോവുകയായിരുന്നു. ആ പോകുന്ന വഴിക്കാണ് സാൻ മ്യൂസിയം കണ്ടത് കേട്ടോ. അപ്പോൾ സാൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ചാമുണ്ഡി ഹിൽസിൻ്റെ താഴെയാണ് സാൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കയറുമ്പോൾ കാണുന്ന വിഷ്വൽസ് ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ മണൽ കൊണ്ട് പലതരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഫസ്റ്റ് സാൻ മ്യൂസിയമാണ് കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കിയത് എം.എൻ. ഗൗരി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇതിൻ്റെ ആശയമൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം 4 മാസം എടുത്തെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞു തന്നത്. 4 മാസത്തോളം എടുത്തിട്ടാണ് ഈ രൂപങ്ങളും ഇതെല്ലാം ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്തത്. ഏകദേശം 115 ട്രക്ക് ലോഡ് മണൽ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അവർ പറയുന്നത് വെള്ളവും പശയും ഉപയോഗിച്ച് ചെറിയ രീതിയിൽ പശയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഇവർ പറയണമെന്നു. ഇവിടെ ചെല്ലുമ്പം വളരെ കുറച്ച് സ്റ്റാഫേ ഉള്ളൂ. കുറച്ച് പേര് മണലൊക്കെ കൊണ്ടുവന്ന് ചിലതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോഴും ഇരിപ്പുണ്ട്. അതുപോലെ ചില കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. മണൽ കൊണ്ടൊന്ന് ഇറക്കുന്നുമുണ്ട് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്. അപ്പോൾ ഇത്രയും 115 ട്രക്ക് ലോഡ് മണൽ കൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ കാണാൻ പറ്റുന്ന കാഴ്ചകളെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാട്ടോ. പല തരത്തിലുള്ള രൂപങ്ങൾ കാണാം. സാന്റാക്ലോസിൻ്റെ രൂപങ്ങൾ കാണാം, കാറിൻ്റെ രൂപം കാണാം. ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാത്തരം രൂപങ്ങളും ഉണ്ട് കേട്ടോ. നമ്മുടെ ലോകത്ത് കാണുന്ന പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ, പഴയ കാർട്ടൂൺ കഥാപാത്രങ്ങൾ, അങ്ങനെ പല തരത്തിലുള്ള കഥാപാത്രങ്ങളുടെ രൂപങ്ങളെല്ലാം ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് എലഫൻ്റ്, അതായത് ആനകളുടെ രൂപങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് ഞാൻ കണ്ടത്. ആ സ്റ്റാർട്ടിങ് തന്നെ ഒരു ആനയുടെ രൂപമായിരുന്നു. പിന്നീട് പല ഭാഗങ്ങളിലും ആനകളുടെ രൂപങ്ങൾ കാണാം. അതുപോലെ തന്നെ കുതിര, രഥം വലിക്കുന്ന കുതിര, അതുപോലെ തന്നെ ദേവിയുടെ അതായത് ചാമുണ്ഡി ദേവിയുടെ ശില്പം കാണാം. ഹിന്ദു കഥാപാത്രങ്ങളുടെയൊക്കെ കുറേയധികം രൂപങ്ങളുണ്ട്. ഏതെങ്കിലും പ്രത്യേക റിലീജിയൻ മാത്രമല്ല കേട്ടോ. ഏതെങ്കിലും പ്രത്യേക റിലീജിയനുള്ള ആൾക്കാരുടെ രൂപങ്ങൾ മാത്രമല്ല. യേശുവിൻ്റെ രൂപം കാണാം. അതുപോലെ തന്നെ പഴയ കഥാപാത്രം, നമ്മുടെ പുരാണത്തിലെ പല കഥാപാത്രങ്ങളുടെ രൂപങ്ങൾ കാണാം. അതുപോലെ പഴയ രാജാക്കന്മാരെ കാണാം, പഴയ സിംബൽസ് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഈജിപ്ഷ്യൻ മമ്മിയുടെ കാണാം. അതുപോലെ നമ്മുടെ കുതിര, അങ്ങനെയുള്ള കുതിര വണ്ടി, ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും രൂപങ്ങൾ നമുക്കിവിടെ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാമുണ്ഡി ഹിൽസ് പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെയും കൂടെ ഒന്ന് കയറൂ. നിങ്ങൾ ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും നിന്ന് കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് പോകണമെങ്കിൽ 25 മിനിറ്റ്സോളം എടുക്കും. ഞാൻ കൂടുതൽ സമയം എടുത്തു, കാരണം എനിക്ക് വീഡിയോസൊക്കെ എടുക്കേണ്ട ഒന്നുകൊണ്ടും 2 പിള്ളേർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം മാനേജ് ചെയ്യേണ്ടത് ഉള്ളതുകൊണ്ടും ഏകദേശം ഒരു ഹാഫ് ആൻ അവർ എടുത്തിട്ടാണ് ഞാനിവിടുന്ന് ഇറങ്ങിയത്. അപ്പം ചാമുണ്ഡി ഹിൽസ് പോകുമ്പോൾ കയറൂ, അല്ലെങ്കിൽ പോയിട്ട് വരുമ്പോൾ ഇവിടെ കയറൂ. ഏതായാലും നിങ്ങൾ ഈ ഭാഗം മിസ് ചെയ്യല്ലോ കേട്ടോ, കാരണം ഇന്ത്യയിലെ ഫസ്റ്റ് സാൻ മ്യൂസിയമാണ്. അതുപോലെ ഇങ്ങനത്തെ ഒരു മ്യൂസിയം ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ നമുക്ക് പ്രവേശന ഫീസ് 60 രൂപയാണ്. ഇത് വലിയ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളിതിവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റും കൂടെ പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് പറയുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയുക. അപ്പോൾ ഇനി മൈസൂർ പോകുന്ന ഒത്തിരി പേർക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ കമൻറ്റുകൾസൊക്കെ ഉപകാരപ്പെടും. നിങ്ങൾക്ക് കാണാം പല പുരാണത്തിലെ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ കുറേ മിത്തിക്കൽ കഥാപാത്രങ്ങൾ എല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒത്തിരി സമയം എടുത്തിട്ടുണ്ടാകും. ഒരു 4 മന്ത്സ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ 4 മന്ത്സ് നല്ല കഷ്ടപ്പെട്ടായിരിക്കും ഇത്രയും ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാവേ. ബൈ.